ഹലോ, ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഞങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. അത് ഞങ്ങൾ രാമേശ്വരത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അത് ക്യാൻസൽ ആയപ്പോൾ ഞങ്ങൾ കൊല്ലം നീണ്ടകരയുള്ള റീഗൻറ്റ് ലേക്ക് വില്ലേജ് ഐലൻഡ് റിസോർട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 23-ാം തീയതി രാത്രിയാണെങ്കിൽ ചേട്ടൻ ഹോസ്റ്റലിൽ നിന്ന് എത്തിയിരുന്നു. പിന്നെ 24-നും 25-നുമാണ് റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം 24-ാം തീയതി രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി. രാവിലെ മീൻസ് ഒരു 10-11 മണിയൊക്കെ ആയി കാണും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇറങ്ങി ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ എത്തി. അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും അമ്മയും കൂടെ പുറത്തേക്കൊന്ന് ഇറങ്ങി. ജസ്റ്റ് സൈഡിലത്തെ ഈ വ്യൂ ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ. അങ്ങോട്ട് ബീച്ചായിരുന്നു. പിന്നെ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ഫ്രണ്ട് വഴി പോയിട്ട് ആ ബീച്ചിൻ്റെ അങ്ങോട്ട് പോകാനൊക്കെ മടിയായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ അവിടുത്തെ ഈ സൈഡിൽ നിന്ന് കുറച്ച് വ്യൂ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫുഡ് വന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വേഗം ഓടിച്ചെന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതായിരുന്നു ഞങ്ങൾ കഴിച്ച ഫുഡ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതേ പാർക്കിംഗ് സ്ഥലത്തെത്തി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പെട്ടിയും പ്രമാണങ്ങളും എല്ലാം എടുത്ത് മുൻപോട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഇനി നമുക്ക് നടക്കാനല്ല, ഇനി നമ്മൾ ബോട്ടിലൂടെയാണ് യാത്ര ചെയ്യേണ്ടതെന്ന്. അത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറി. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ് നിങ്ങൾ ഈ കാണുന്നത്. അത്രയ്ക്കൊന്നും എടുത്തില്ല, 2-3 ക്ലിപ്സൊക്കെ എടുത്തുള്ളൂ. പിന്നെ വേഗം തന്നെ അവിടെ എത്തും കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ നമ്മൾ ഈ ബോട്ടിലൂടെ യാത്ര ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കയറുമ്പോൾ തന്നെ ഭയങ്കര വൈബായിരുന്നു. അവിടെ ഫുള്ള് നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു. ഒരു രാത്രി ഒരു 10-11 മണി വരെ ഒക്കെ പാട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. രാത്രിയൊക്കെ നല്ല വൈബായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഫുള്ള് റെക്കോർഡ് ചെയ്യുമായിരുന്നു. ഒരുപാട് വീഡിയോ എടുത്തിരുന്നു. അതിനകത്ത് എല്ലാം ഞങ്ങൾ ഇട്ടിട്ടില്ല, കുറച്ചൊക്കെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇതേ റൂമിലെത്തിയിട്ടുണ്ട്. ഈ റൂമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ അവസാനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആസ് യൂഷ്വൽ ഫസ്റ്റ് തന്നെ ഞാനും ചേച്ചിയും കൂടെ പാൽപ്പൊടിക്ക് വേണ്ടി അവിടെ നിന്ന് അടികൂടി. അങ്ങനെ 2 പേർക്കും ഓരോന്ന് വെച്ച് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റൂമിലോട്ട് പോവുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞാൻ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഞാൻ വന്ന് കൂട്ടുമ്പോൾ തുറക്കണം എന്നൊക്കെ. പക്ഷേ അവൻ മുഖം കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി ഡോറിൻ്റെ പുറകെ വിളിച്ചിരുന്നു. പക്ഷേ നൈസിന് അതിൻ്റെ ഇടയിൽ കൂടെ ഫോണിട്ട് അവൻ്റെ മുഖം ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിച്ചു. ഇതായിരുന്നു 2ാമത്തെ റൂം. എല്ലാ റൂമും ഏകദേശം സെയിം ആയിരുന്നു, ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടുത്തെ പാൽപ്പൊടി ഞാൻ കരസ്ഥമാക്കി. അപ്പോഴാണ് ഇവർ രണ്ടുപേരും ഷാമ്പൂവിന് വേണ്ടി അവിടെ തല്ലുകൂടുന്നത് കണ്ടത്. അപ്പോൾ അത് വീഡിയോ എടുക്കണം അവർ കണ്ടപ്പോൾ നൈസിന് ചേട്ടൻ ആ ഷാമ്പൂ എടുത്ത് ചേച്ചിക്ക് കൊടുത്ത് നന്മമരം ചമഞ്ഞതാണ്. എന്നിട്ട് പിന്നെ ഡ്രയറൊക്കെ വെച്ച് അവൻ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്ന അവിടെ നിന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് അടുത്ത റൂമിലോട്ട് ഞങ്ങൾ ചെന്നു. അടുത്ത റൂം ഏകദേശം എല്ലാ റൂമും ഒരേപോലെയായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇത് റൂമിൻ്റെ ഫ്രണ്ടിലുള്ള കിടന്ന് ആടാനായിട്ടുള്ള ഊഞ്ഞാലാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അതിനകത്തൊക്കെ കിടന്ന് ആടി ജസ്റ്റ് ഒന്ന് വ്യൂ എടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റൂമിൽ കിടന്നു. എന്നിട്ട് ഇങ്ങനെ പുറത്ത് വ്യൂ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തേക്കുന്നതാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെയും ചേച്ചിയുടെയും കലാപരിപാടികളാണ്. എന്നിട്ട് ഞങ്ങൾ AC മാക്സിമം കുറച്ചിട്ട് അവിടെ ഇരുന്ന് യൂട്യൂബിൽ ഓരോ വീഡിയോസും കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ആ സമയത്ത് അമ്മ പൂളിലിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതായിരുന്നു പൂള്. അങ്ങനെ കുറേ നേരം പൂളിലിറങ്ങി. എന്നിട്ട് പിന്നെ രാത്രി ആയപ്പോൾ എല്ലാവരും കൂടെ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവരൊന്ന് വിളിച്ചു. അപ്പം അമ്മ പറഞ്ഞു എന്നാൽ പോകുന്ന വഴിയുടെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ജസ്റ്റ് എടുത്ത് വെച്ചാണ് ഇതെല്ലാം. പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് നടന്നപ്പോഴാണ് ഞങ്ങൾ ലവ് ബേർഡ്സ്, റാബിറ്റ് അതിനെയൊക്കെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിനെ അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് ചപ്പാത്തിയും പനീറും പിന്നെ ഡാൽ കറിയുമായിരുന്നു അന്ന് കഴിച്ചത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് ഊഞ്ഞാലാടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെയായിരുന്നു പരിപാടി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഈ സാധനത്തിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം ആടി. പിന്നെ റൂമിൽ ചെന്ന് കിടന്നുറങ്ങി. ഞങ്ങൾ ഉറങ്ങുന്ന വീഡിയോ അമ്മ എടുത്തതാണ് നിങ്ങളീ കാണുന്നത്.
അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. എന്നിട്ടന്ന് ക്രിസ്മസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിരുന്നു ഒരു റെഡ് ഓർ വൈറ്റ് കളർ ഡ്രസ്സ് മാക്സിമം എല്ലാവരും ഇടാൻ നോക്കാൻ. എല്ലാവരും ഏകദേശം ആ കളറൊക്കെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറിയിരുന്നു. എന്നിട്ടിങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബൊഫേ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുക്കാമല്ലോ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡ് എത്തി. അപ്പോൾ ഞങ്ങളെടുത്തത് ഞാനും ചേച്ചിയും ബ്രെഡും ജാമും മുട്ടയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ആയിരുന്നു. പിന്നെ ദോശ എന്തൊക്കെയൊക്കെ കറികളും ഒക്കെ ഉണ്ടായിരുന്നു, ഒന്നും ഞങ്ങളെടുത്തില്ല. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് ചേച്ചിയും ചേട്ടനെയും കലാപരിപാടികൾ കണ്ടത്. അത് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തു. എന്നിട്ട് പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന എൻ്റെയും അമ്മയുടെയും കലാപരിപാടികളാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ ഒരു കസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആ സമയത്ത് അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഈ കരിമീൻ ഉള്ള സ്ഥലത്തൊക്കെ നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ അങ്ങോട്ടേക്ക് നടക്കുകയായിരുന്നു. ഇതിന് മുമ്പത്തെ ദിവസം ഞാൻ പോയിരുന്നു, പക്ഷേ ആ സമയത്ത് അമ്മ വന്നില്ലായിരുന്നു, പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ ഇന്നിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ചെരുപ്പില്ലാണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും ചൂട്, നമ്മുടെ കാല് ചുട്ട് പഴുത്ത് പൊള്ളും. അതുകൊണ്ട് ഞങ്ങൾ ചെരുപ്പ് ഇട്ടിട്ട് റിസ്ക് എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. പിന്നെ ഫോണും സൂക്ഷിക്കണം, ഞാൻ എന്നെ തന്നെയും സൂക്ഷിക്കണം. ഇതിനകത്തോട്ട് വല്ലതും കാല് സൈഡിൽ നിന്ന് വല്ലതും താഴത്തോട്ട് പോയാലും ഫോൺ താഴെ വീണാലും പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സൂക്ഷിച്ച് പതുക്കെ നടന്നു. കുറേ വീഡിയോസൊന്നും എടുത്തില്ല, കാരണം പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഫോണും പിടിച്ചുകൊണ്ട് സൂക്ഷിച്ച് നടക്കണ്ടേ. ഞാൻ കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ വീഡിയോ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഫോണെടുത്ത് മാറ്റി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഓവറോൾ വ്യൂ ഒക്കെ ഒന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് നടന്നപ്പോഴാണ് ഞങ്ങൾ കുറച്ച് ഈ കിളികളെയൊക്കെ ഒന്ന് കണ്ടത്. എന്നിട്ട് പിന്നെ നോക്കിയപ്പോൾ ഈ ഒരു ചായ പീടിക കണ്ടു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതിനകത്ത് രാത്രി ഒരു മഞ്ഞ ലൈറ്റൊക്കെ ഇടുമ്പോൾ സീനായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷേ രാത്രി അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല, ഞാൻ മറന്നുപോയി, എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ ഊഞ്ഞാലാടി. അത് ഞാൻ അറിയാണ്ട് അമ്മ എടുത്തതാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും എത്തി. എന്നിട്ട് അവരെല്ലാവരും ഈ റൂമിൽ ഇരുന്ന് എന്തോ ഒരു സിനിമ കണ്ടു. സിനിമയുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അതിന് ശേഷം പിന്നെ ഒരു 6:30 ആയപ്പോൾ ഇവർ പൂളിൽ കളിക്കാൻ പറഞ്ഞിട്ട് പൂളിൽ കളിച്ചു. അവിടെ ബോളൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ച് കുറേ നേരം കളിച്ചു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറിപ്പിച്ച് അങ്ങനെ കുറേ നേരം അവിടെ തന്നെ പോയി. ഒരു 7-7:30 വരെ ഇരുന്ന് പൂളിൽ കളിച്ചു. എന്നിട്ട് പിന്നെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണമല്ലോ, അപ്പോൾ റെഡിയാകാൻ വേണ്ടിയിട്ട് തിരിച്ച് റൂമിലോട്ട് ചെന്നു. അപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റെഡിയായിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീണ്ടും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞോട്ടിരുന്ന് അവിടെ തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങി. പിന്നെ വീഡിയോ ഒന്നും ഷൂട്ടൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ കഴിച്ച ഫുഡും സെയിം തന്നെയാണ്. ബ്രെഡും ജാമും ഫ്രൂട്ട്സും മുട്ടയും. ഞങ്ങൾ ബാക്കി എല്ലാവരും വേറെ എന്തൊക്കെയാണ് കഴിച്ചത്. ഈ ദിവസം പൂരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പൂരി ദോശ അങ്ങനെ എന്തൊക്കെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെക്കൗട്ട് ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം പാക്കൊക്കെ ചെയ്തു. എന്നിട്ട് അവസാനമായിട്ട് ജസ്റ്റ് അവിടേക്കൊന്ന് ഒന്നും കൂടി ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണിത്. അവസാനം ലാസ്റ്റ് മൊമെൻറ്റ് ഷോട്ട്സ് എടുത്തതാണിത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും കുറച്ച് സൈഡിലോട്ടൊക്കെ പോയി വീണ്ടും ഫോട്ടോസ് എടുത്തു. അങ്ങനെ ബോട്ടിൽ കയറി. എന്നിട്ട് ഞങ്ങൾ തിരിക്കുകയാണ്. പോണ വഴിക്ക് ടാറ്റയൊക്കെ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ കൊല്ലത്തുള്ള ഒരു അമ്പലത്തിൽ, മണി കെട്ടുന്ന അമ്പലത്തിൽ പോയി. ഇതായിരുന്നു അമ്പലം. എന്നിട്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മണി എല്ലാവരും കിട്ടിയില്ല, ഞങ്ങൾ കുറച്ച് പേരൊക്കെ കിട്ടി. അപ്പോൾ 7 വട്ടം ചുറ്റണമല്ലോ, അങ്ങനെ അത് ചുറ്റുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ മണി കെട്ടി. എന്നിട്ട് ഈ ട്രേ കൊണ്ട് അവിടെ വെക്കണം. അങ്ങനെ ആ ട്രേയും കൊണ്ട് വെച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ച്
ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ചേട്ടന് തിരിച്ച് ഹോസ്റ്റലിൽ പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങാനും പിന്നെ വേറെ എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടിയിട്ടും ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് എന്നാൽ പിന്നെ ഒരു സിനിമയും കൂടെ കാണാമെന്ന്. അങ്ങനെ അവസാനം ഞങ്ങൾ നേര് ആ സിനിമയും കൂടെ കണ്ടു. കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വെച്ചെടുത്ത ഫോട്ടോസാണ്. പിന്നെ റൂമിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഈ ഫോട്ടോസ് കഴിഞ്ഞിട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുക. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.